പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഇന്ന് നിങ്ങൾക്കൊരനുഗ്രഹമുള്ള ദിവസമാണ്. ഓരോ ദിവസവും ആശീർവാദമുള്ള ദിവസമല്ലേ എന്നാണോ പറയുന്നത്? യേശു കൂടെയുണ്ടെങ്കിൽ എല്ലാ ദിവസവും അനുഗ്രഹമായിരിക്കും. യേശു കൂടെയുണ്ടെങ്കിൽ സന്തോഷവും മാനസിക ഉല്ലാസവും. യേശു നമ്മെ കൈപിടിച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് കഷ്ടപ്പാടുകളിലൂടെ വഴി നടത്തും, ഞെരുക്കത്തിന്റെ പാതയിലൂടെ നടത്തും. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്ന വിധത്തിൽ പോലും ചിലപ്പോൾ വഴി നടത്തും. നീ ദൈവത്തെ അന്വേഷിച്ച് എന്താ നടന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞ് പോകുന്നല്ലോ, എന്താ ഫലമുണ്ടായത്? എന്ത് നല്ല കാര്യമാണ് നടന്നത്? നല്ലൊരു ജോലിയില്ല, ശരിയായ വരുമാനമില്ല, വ്യാധിയും വേദനയും, ഇനിയും കടബാധ്യത എന്നൊക്കെ കഷ്ടപ്പെടുന്നില്ലേ? ബിസിനസ്സില് നഷ്ടം, ശുശ്രൂഷയിലൊന്നും നടക്കുന്നില്ല, കുടുംബത്തിലും സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്നും കഷ്ടങ്ങൾ അല്ലേ? എന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്ന വിധത്തിൽ, നാണിച്ച് തല കുനിയത്തക്ക വിധത്തിൽ വേദനയോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവം ഇന്ന് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നറിയാമോ? യെശയ്യാവ് 61:7 നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. എന്റെ മകനെ, മകളെ, നീ ഇപ്പോൾ നാണം കെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ഞാൻ നാണം കെട്ടു പോയല്ലോ, ഞാൻ വിശ്വാസത്തോടു കൂടി കാത്തിരുന്നു, നാണം കെട്ടു പോയല്ലോ എന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല ഇല്ല, നിങ്ങളെ നാണം കെടാൻ യഹോവ അനുവദിക്കില്ല. ഇരട്ടി ഫലം നിങ്ങൾക്കുണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. ഒരത്ഭുതത്തെ നീ കാണാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നടന്നത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ദൈവം 2 മടങ്ങ് ഫലം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. വിശ്വസിക്കുമോ? 2 ഇരട്ടി ഫലമുണ്ടാകും. കർത്താവ് ഒരു അത്ഭുതകരമായ കാര്യം ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പോകുന്നു. ഇയ്യോബ് എന്നൊരു ഭക്തൻ, അയാൾക്ക് യഹോവയിൽ വളരെ ഭക്തിയുണ്ടായിരുന്നു. യഹോവയെ അതിയായി സ്നേഹിച്ചിരുന്നു. ഓരോ കാര്യത്തിനും അയാൾ യഹോവയോട് പ്രാർത്ഥിക്കും. അയാളുടെ മക്കളോടൊത്ത് വിരുന്നൊക്കെ കഴിക്കുമ്പോഴും അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന് ബലികളർപ്പിച്ച് തൻ്റെ മക്കളെ ദൈവഭയത്തോടെയാണ് വളർത്തിയിരുന്നത്. ഒരു കാലത്ത് വലിയ പണക്കാരനായി പ്രതാപത്തോടെ അയാളെ അറിയാത്തവരായ ആ ദേശത്ത് ആരുമില്ലായിരുന്നു. പേരും പ്രശസ്തിയുമുണ്ടായിരുന്നു. പെട്ടെന്ന് അയാളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം. എല്ലാം നഷ്ടപ്പെട്ടു. സ്വത്തുക്കളും അയാൾ സമ്പാദിച്ചു വെച്ച സകലവും നഷ്ടപ്പെട്ടു. 10 മക്കൾ ഒറ്റ ദിവസം അപകടത്തിൽ മരിച്ചു. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു നിന്നു. ശരീരത്തിൽ രോഗം ബാധിച്ച് ശരീരാരോഗ്യവും നഷ്ടപ്പെട്ടു. സമൂഹം അയാളെ പരിഹസിച്ചു. സമൂഹം അയാളെ കുറ്റപ്പെടുത്തി. ദേശവാസികൾ കളിയാക്കി സംസാരിച്ചു. ഇയാൾ മഹാവിശുദ്ധനാണെന്നാണ് കരുതിയത്, വലിയ നീതിമാനാണെന്ന് കരുതി. അങ്ങനെയല്ലായിരുന്നു. പുറത്താണത്രേ അയാൾ ഇങ്ങനെ. ഇല്ലെങ്കിൽ ഒരേ ദിവസം 10 മക്കളൊക്കെ മരിക്കുമോ? ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സ്വത്തും ഇല്ലാതാകുമോ? പല വിധത്തിൽ സംസാരിച്ചു, പരിഹസിച്ചു. അപമാനപ്പെട്ടയൊരു പരിതസ്ഥിതി, നാണം കെട്ടയൊരു സ്ഥിതി. പക്ഷേ അയാൾ ഒരിക്കലും യഹോവയിലുള്ള വിശ്വാസം വിട്ടുകളഞ്ഞില്ല. അയാൾ പറഞ്ഞു, യഹോവ എന്നെ കൊന്നാലും ഞാൻ യഹോവയെ വിശ്വസിക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയ്ക്ക് സ്തോത്രം. യഹോവയോട് പിറുപിറുത്തില്ല, കുറവ് പറഞ്ഞില്ല. അയാൾ യഹോവയോടുള്ള സ്നേഹത്തിൽ നിലനിന്നു. യഹോവ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വന്നു. യഹോവ ഇയ്യോബിന്റെ ബന്ധനങ്ങൾ മാറ്റി 2 മടങ്ങ് ആശീർവദിച്ചു എന്ന്. 2 മടങ്ങ് സ്വത്തുക്കൾ വർദ്ധിച്ചു. 2 മടങ്ങ് ആട്ടിൻകൂട്ടം വർദ്ധിച്ചു. എവിടെയാണോ അയാൾ നാണിച്ച് തലകുനിച്ച് നിന്നത്, ആ നാണക്കേടിന് പകരമായി 2 മടങ്ങ് ഫലം. അപ്പോൾ പരിഹസിച്ചിരുന്നവരും കുറ്റം പറഞ്ഞവരുമെല്ലാം വായടച്ചു പോയി. നമ്മൾ എന്തൊക്കെയോ വിചാരിച്ച് അയാളെ കുറ്റപ്പെടുത്തി. അല്ല, യഹോവ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും കൂടുതലായി ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കും ചെയ്യും. നിങ്ങളെ പരിഹസിക്കുന്ന ജനങ്ങളുടെ നടുവിൽ, താഴ്ത്തിപ്പറഞ്ഞ ജനങ്ങളുടെ നടുവിൽ യഹോവ നിങ്ങളെ മഹത്വപ്പെടുത്താൻ പോകുന്നു. നിങ്ങളുടെ ജോലിയിലും മക്കളുടെ പഠിപ്പിലും നിങ്ങളുടെ കുടുംബത്തിലും തൊഴിലിന്റെ കാര്യത്തിലും മഹത്വപ്പെടുത്താൻ പോകുന്നു. നാണക്കേടിനു പകരം 2 മടങ്ങ് ഫലം ലഭിക്കും. വിശ്വസിക്കൂ, ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതല്ലേ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു.
എന്റെ നാണക്കേടിനു പകരം 2 മടങ്ങ് ഫലമുണ്ടാകും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ നാണക്കേടിനു പകരം 2 മടങ്ങ് ഫലം കിട്ടും. ഞാനത് വിശ്വസിക്കുന്നു, അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ